شبيهك بدر الليل بل أنت أنور ووجهك من نور الملاحة أزهر أيا زينة الدنيا ويا غاية المنى فمن ذا الذي عن حسن وجهك يصبر فما ولدت حواء من نسل آدم ولا في جنان الخلد مثلك آخر അഭിവന്ദരായ അഷ്റഫുൽ സാദാത്ത് മറ്റു സയ്യിദന്മാർ മംഗലാപുരത്തിന്റെ കർണാടകയുടെ ഉമറാക്കളിൽ ഏറ്റവും ഉന്നതരായ ഡോക്ടർ അബ്ദുള്ള കുഞ്ഞി ഹാജി ഏനപ്പോയ അങ്ങനെ ഉലമാവും ഉമറാവും വാഇലീങ്ങളിൽ ഏറ്റവും പ്രഗത്ഭരായ ഡോക്ടർ ഉസ്താദ് അവരുകളും എല്ലാവരും സംബന്ധിച്ച നല്ല ഒരു വേദി ഓൺലൈൻ ഉള്ളത് കൊണ്ട് കാര്യമായ സ്റ്റേജ് കാണാൻ പാടില്ല. അപ്പൊ അവലി സഫൊക്കെ നിറഞ്ഞിരിക്കണം. ജനങ്ങൾ കാണുകയില്ല. നിങ്ങൾ നോക്കി എത്ര ആയിരങ്ങൾ പതിനായിരങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ നാം 4 മണി മുതലേ ക്ഷീണിച്ച ഈ ഹാൻഡ് റെസ്റ്റ് ഇല്ലാത്ത ചെറിയ കസേര അപ്പൊ കുറച്ചൊക്കെ മുഷിഞ്ഞുണ്ടാകും. എന്നിരുന്നാലും ഉറക്ക ഒരു സ്വലാത്ത് പറയൂ. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകളാണ് നമ്മൾ പറയുന്നത്. 1500 വർഷമായി ലോകമെമ്പാടും ലക്ഷോപലക്ഷം കോടാനകോടി മജ്ലിസുകളിൽ പറഞ്ഞിട്ട് അവസാനിക്കാത്ത മദ്ഹ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ യഥാർത്ഥ ഹിസ്റ്ററിയുടെ അടിസ്ഥാനത്തിൽ, ചരിത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിച്ച് വഫാത്തായി തന്റെ ജീവിതമാണ് എന്റെ ജീവിതമാണ് എന്റെ ദർശനം എന്ന് ലോകത്ത് പറഞ്ഞ ഒരേ ഒരു നേതാവ് ഒരു സ്വലാത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുന്ന അവിടുത്തെ പേരമക്കൾ സംഘടിപ്പിച്ച മഹത്തായ മജ്ലിസിലാണ് നാം. അല്ലാഹു നമ്മളെ ഖബൂൽ ചെയ്യുമാറാകട്ടെ. നാഹൂർ ദർഗാ ഷരീഫിലെ ചെയർമാനുമുണ്ട് നമ്മുടെ സദസ്സിൽ. എങ്ങനെയെല്ലാം നല്ല ലക്ഷണങ്ങൾ തഫാഉലി എന്ന് പറയും അറബിയിൽ, നല്ല ലക്ഷണങ്ങൾ ഒപ്പിക്കാൻ പറ്റും. അതെല്ലാം ശറഫു സാദാത്ത് നമുക്ക് വേണ്ടി ഒപ്പിക്കും. എത്ര കാഫിരികളാണ് മുറിഞ്ഞ കാലുമായി വന്ന് അല്ലേ കാലി വെച്ച് പോയത്. വേറെ പണിയൊന്നും ചിന്തിച്ചാൽ ഇല്ല തന്നെ. വീൽ ചെയർ കൊടുക്കുന്ന, കാല് വെച്ച് കൊടുക്കുന്ന, അംഗഭംഗം സംഭവിച്ച പാവങ്ങളെ ഏറ്റെടുക്കുന്ന ഉറക്കെ ഒരു സ്വലാത്ത് പറയൂ. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു. തങ്ങളെപ്പറ്റി പ്രതിപക്ഷ നേതാവ് അബൂ സുഫിയാനോട് ചോദിച്ചു. തിരുനബിയെ പിൻപറ്റുന്നത് അധികവും പണക്കാരാണോ അതല്ല പാവങ്ങളാണോ? പാവങ്ങളാണ് അവിടുത്തെ പിൻപറ്റുന്നതെന്ന് ഇസ്ലാമിലേക്ക് വരുന്നതിന്റെ മുമ്പ് അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു തിരുനബിയെ പറ്റി പറഞ്ഞുവെങ്കിൽ ആ ചര്യയാണ് അവിടുത്തെ മക്കൾ ഇവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിനെ പറ്റി പലതും തെറ്റിദ്ധരിച്ച ജനങ്ങളല്ലേ കുറിയും തൊട്ട് അവരുടെ കാവിമുണ്ടുമുടുത്ത് അവരുടെ ഒറ്റക്കാലുമായി ഇവിടെ വന്ന് നമ്മുടെ സഹായം സ്വീകരിച്ചു പോകുമ്പോൾ ഇസ്ലാമിന്റെ സ്നേഹമുഖം ഒരിക്കൽ ഒരു റബീഉൽ അവ്വലിൽ ഒരു 1500ാമത്തെ മീലാദ് കോൺഫറൻസിൽ നമുക്ക് അവതരിപ്പിക്കാൻ പറ്റി. അൽഹംദുലില്ലാഹ്. എല്ലാവരും പറയൂ അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹ്. 100 വട്ടം ആക്രമിക്കപ്പെട്ടാലും നാം നന്മകൾ ചെയ്തുകൊണ്ടിരിക്കണം. നാം തിന്മ കൊണ്ട് പ്രതികരിക്കരുത്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തബസ്സുമുക ഫീ വജ്ഹി അഖീക സദഖ. നിന്റെ സഹോദരന്റെ മുഖത്ത് നോക്കി നിന്റെ പുഞ്ചിരി ധർമ്മമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഉറക്ക സലാത്ത് പറഞ്ഞാൽ വേഗം പ്രസംഗം നിർത്തും.
അള്ളാഹു നമുക്ക് പ്രതിഫലം നൽകുമാറാകട്ടെ. ഏറ്റവും പുതിയൊരു വീഡിയോ, ഒരു ഷോർട്ട് വീഡിയോ ഇന്നലെ എനിക്ക് കിട്ടി. എന്താണെന്നറിയോ നിങ്ങളത്? അമേരിക്കൻ സൈന്യങ്ങളെ ആയുധങ്ങൾ നിറച്ചുകൊണ്ട് ഫ്ലൈറ്റിൽ ഇസ്രയേൽ ഗസയിലേക്ക് പോകാൻ വേണ്ടി നിർബന്ധിപ്പിച്ചപ്പോൾ രക്തക്കളമായി കുഞ്ഞുങ്ങളും പെണ്ണുങ്ങളും ആക്രമിക്കപ്പെട്ടു. എല്ലാവരും വികലാംഗരായി. ഖത്തറിന്റെ ചില ഹോസ്പിറ്റലുകളിൽ, ബെയ്റൂത്തിന്റെ ചില ഹോസ്പിറ്റലുകളിൽ പോയി നോക്കിയാൽ കൈമുറിഞ്ഞവർ, കാലുമുറിഞ്ഞവർ, കണ്ണില്ലാത്തവർ അങ്ങനെ ആക്രമിക്കപ്പെട്ട് നിരന്തരമായ പീഡനങ്ങൾ സഹിച്ചുകൊണ്ടിരിക്കുന്ന ആ ഗസയിലേക്ക് അമേരിക്ക സായുധ വിഭൂഷിതരായ ഫ്ലൈറ്റുകളെ അയച്ചപ്പോൾ അതിൽ പോകാൻ വിസമ്മതിച്ച, പോവുകയില്ലെന്ന് പറഞ്ഞ അമേരിക്കൻ പട്ടാളക്കാരെ തന്നെ പുറകിൽ കൈവച്ച് ആമം വെച്ചുകൊണ്ട് പെന്റഗണിൽ കൊണ്ടുപോയി ശിക്ഷിക്കുന്ന പടമാണ്, വീഡിയോ ആണ്. ഈ ലോകത്തെ നിങ്ങൾ ആലോചിക്കണം. അവിടെ ഇല്ലാതായി, അവിടുത്തെ ജനങ്ങളെ കൊന്നു തീർത്തു. ചോദിക്കാൻ ആരുമില്ല. അറബ് ലോകം എന്ന് പറഞ്ഞ് കുറെ ലോകമുണ്ട്, അവരാരും ചോദിക്കുന്നില്ല. അവരൊക്കെ ജൂതന്മാർക്ക് സൈഡ് തന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അല്ലാഹു ആ പാവങ്ങളെ സഹായിക്കുമാറാകട്ടെ. അല്ലാഹു അവർക്ക് രക്ഷ നൽകുമാറാകട്ടെ. ഈ മജ്ലിസ്, മുടിപ്പ് മജ്ലിസിന്റെ എളിയ ദുആയാണ് അർഹമുർ റഹീമീനായ റബ്ബ് അവർക്ക് രക്ഷ നൽകുമാറാകട്ടെ, അവർക്ക് സംരക്ഷണം നൽകുമാറാകട്ടെ. നമ്മുടെ ഒരു നനഞ്ഞ ഖൽബ് അവരിലേക്ക് വേണം, നമ്മുടെ വേദനിക്കുന്ന ഒരു ഹൃദയം അവരിലേക്ക് വേണം. നമ്മെ പഠിപ്പിച്ചതെന്താണ്? മല്ലം യർഹം സഗീറനാ, നമ്മളിൽ ചെറിയ ആളുകളോട് കരുണ കാണിക്കാത്തവർ, വലം യുവക്കിർ കബീറനാ, വന്യവയോധികരായ ഉമറായിനെ ബഹുമാനിക്കാത്ത ആളുകൾ, ഫലൈസ മിന്നാ, അവർ നമ്മിൽപ്പെട്ടവരല്ലെന്ന് പഠിപ്പിച്ച അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. 1000 ഹദീസുകളാണോ? തിരുനബിയുടെ മുമ്പിലേക്ക് ഒരു കുഞ്ഞു വന്നു. ആ കുഞ്ഞിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചുംബിച്ചു. അപ്പോൾ അടുത്തുള്ള സ്വഹാബി പറയുന്നു, എനിക്ക് 10 മക്കളുണ്ട്, ഞാനൊരു മക്കളെയും ചുംബിക്കാൻ പോകുന്നില്ല, ഉമ്മ വെക്കാൻ പോകുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ മല്ലം യർഹം വലം യുർഹം, എടാ സ്നേഹം കൊടുത്തില്ലെങ്കിൽ സ്നേഹം ലഭിക്കുകയില്ലെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അവിടുത്തെ പേരമക്കൾ നിസ്കരിക്കുന്ന സമയത്ത് തോളിൽ കയറുന്നു. അങ്ങനെ തോളിൽ കയറുമ്പോൾ ഒരു ആഗ്രഹം സഹാബി വന്നുകൊണ്ട് പറയുന്നു, നല്ല വാഹനം കൊള്ളാം. മുത്തുനബിയുടെ പുറത്ത് കയറി പേരമക്കൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു കളിക്കുമ്പോൾ നല്ല വാഹനമാണെന്ന് പറഞ്ഞ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ തിരിച്ചും പറയുന്നു, ഈ കയറിയ കുഞ്ഞും വളരെ നല്ല ആളാണ്. കുഞ്ഞുങ്ങളോട് കരുണ കാണിക്കുന്ന ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി. അവിടുത്തെ ഈ ചെറിയ ചെറിയ സുത്തങ്ങൾക്ക് ഇന്നും പ്രസക്തിയല്ലേ? ചൂതാട്ടത്തിന്റെ ഇടയിൽ, ഗസയെ ചുട്ട് ചാമ്പലാക്കുന്നതിന്റെ ഇടയിൽ സ്ത്രീകളോടും പുരുഷന്മാരോടും അപമര്യാദ, സ്ത്രീകളോടും കുട്ടികളോടും ക്രൂരമായി പെരുമാറുന്നതിന്റെ ഇടയിൽ ഈ ഹദീസുകൾ എത്രയോ സ്വർണ്ണലിപികളാൽ എഴുതി വെക്കേണ്ടതാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. അതുകൊണ്ട് നമ്മളെല്ലാവരും അല്ലാഹുവിന്റെ തിരുദൂതരെ സ്നേഹിക്കണം, അവിടത്തെ ബഹുമാനിക്കണം, അവിടത്തെ ആദരിക്കണം. ചോറ് തന്ന്, ഭക്ഷണം തന്ന്, നല്ല ഇരിപ്പിടം തന്ന്, നല്ല സ്ക്രീൻ വെച്ച്, നല്ല മൈക്ക് തന്ന്, അപ്പോൾ മാത്രം പ്രവാചക സ്നേഹമുണ്ടായാൽ പോരാ. എല്ലാ സമയത്തും മുത്തുനബിയെ സ്നേഹിക്കണേ, അവിടത്തേക്ക് വേണ്ടി സ്വലാത്ത് പറയണേ. നമ്മുടെ വീടുകളിൽ, ഗൃഹാന്തരങ്ങളിൽ മൗലിദിന്റെ ഈരടികൾ ഉണ്ടാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു ചൊല്ലിയിട്ടുള്ള ബൈത്തുകൾ സഹീഹുൽ ബുഖാരിയിലുണ്ട്. നമ്മൾ ദർസ് നടത്തുന്ന കിതാബുകളാണ്, ഇവിടെയും ദർസ് നടത്തുന്ന കിതാബുകളാണ്. പ്രിയപ്പെട്ടവരെ, അതിൽപ്പെട്ട ആ ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്തില്ലെങ്കിലും
അതിന്റെ ശേഷമുള്ള ഈരടികളാണ് പ്രിയപ്പെട്ടവരെ ശബീഹുക ബദറുൽ ലൈലി ബല്ലന്തൻവറു വവജ്ഹുക മിൻ നൂരിൽ മലാഹത്തി അസ്ഹറു. തിരുനബിയേ, അങ്ങയുടെ മുഖം കണ്ടാൽ പൂർണ്ണ നിലാവ് പോലെ പ്രശോഭിതമാണ് നബിയേ. ووجهك من نور الملاحة أزهر. എന്തൊരു തിളക്കമാണ് തങ്ങളുടെ മുഖത്തിന്. അയാ സീനത്തു ദുനിയാ, ലോകത്തിന്റെ മുഴുവനും അഴകായ നബിയേ. വയാവായത്തുൽ മുനാ, എല്ലാ ആഗ്രഹങ്ങളുടെയും അഭിലാഷങ്ങളുടെയും അറ്റമായ നബിയേ. വയാവായത്തുൽ മുനാ فمن ذا الذي عن حسن وجهك يصبر. അങ്ങയുടെ മുഖം കണ്ടാൽ, ആ സൗന്ദര്യം കണ്ടാൽ അവിടെ വന്ന് ഒരു ചുംബനം തരാതെ ആർക്കാണ് സഹിക്കാൻ കഴിയുക നബിയേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിൽ വെച്ച് പാടി പുകഴ്ത്തിയതാണ്. അത് പാടില്ലെന്ന് ആരെങ്കിലും മുക്കാക്കണ്ടകൾ പറയുന്നുണ്ടോ? ലോകം പറയുന്നുണ്ടോ? അവർക്ക് ചരിത്രം അറിഞ്ഞുകൂടാ. അല്ലാഹുവിന്റെ തിരുദൂതൻ പറഞ്ഞു, അല്ലാ ഹസ്സാനിനെ എന്റെ മദ്ഹ് പറയാൻ, ഇസ്ലാമിനെ കുറിച്ച് പാടാൻ നല്ലൊരു മിമ്പർ, ഒരു പീഠം പണിഞ്ഞു കൊടുക്കണം. സഹാബത്ത് ഹസ്സാൻ റളിയല്ലാഹു അൻഹുവിനെ പീഠം പണിഞ്ഞു കൊടുക്കുകയും എന്നിട്ടോ അല്ലാഹുമ്മ അയ്യിദുഹു ബിറൂഹികൽ ഖുദ്സി മാ നാഫഹ വഫാഖറ അൻ റസൂലില്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് പാടുന്നിടത്തോളം ശത്രുക്കളുടെ ക്രൂരമായ അമ്പുകൾക്കെതിരെ പാട്ട് പാടുന്നിടത്തോളം കാലം ഹസ്സാനിന് നിന്റെ ജിബ്രീൽ അലൈഹിസ്സലാമിനെ കൊണ്ട് നീ ശക്തി പകരണമെന്ന് പ്രാർത്ഥിച്ച ഉറക്ക സ്വലാത്ത് പറയൂ മുഹമ്മദുർ റസൂലുള്ളാഹി. അതാണ് നമ്മൾ പിൻപറ്റേണ്ടത്. അല്ലാതെ ഏതെങ്കിലും ലഘുലേഖകൾ അല്ല, ഏതെങ്കിലും വാറോലകൾ അല്ല, വിവരം കുറഞ്ഞ ജനങ്ങളുടെ അഭിപ്രായങ്ങളല്ല. ലോകത്ത് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ഈ സംഭവം ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, തിരുനബിയുടെ മദ്ഹ് മൗലിദ് പറയണം, വീടുകളിൽ നടത്തണം. അത് സുന്നത്താണെന്ന് മാത്രമല്ല, അത് പള്ളിയിലും നടത്തൽ സുന്നത്താണെന്ന് ഇമാം നവവി റളിയല്ലാഹു അൻഹു ഈ ഹദീസുകൾ വിശദീകരിച്ചുകൊണ്ട് ബാബു ഫദ്ലി ഹസ്സാൻ ബിൻ സാബിത്ത് എന്ന ആ അധ്യായം വിവരിച്ചുകൊണ്ട് പറയുന്നു, മൗലിദ് പള്ളിയിലും നടത്തണമെന്ന് പഠിപ്പിക്കുന്ന ഹദീസാണിത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് അപശബ്ദങ്ങൾക്ക് ചെവിട് കൊടുക്കാതെ നമ്മുടെ പിതാമഹന്മാർ, നമ്മുടെ ഉസ്താദുമാർ, നമ്മുടെ മഹാത്മാവായ അശ്ശൈഖുർ റബ്ബാനി അൽ മദനി യസാനി താജുൽ ഉലമായി അബ്ദുറഹ്മാൻ അൽ ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി നമ്മളെയും അവർ പോറ്റും. വലിയ മനുഷ്യന്മാരായ നമ്മുടെ ഏനപ്പുഴാജിയെ പോലെയുള്ളവർ താജുൽ ഉലമ പോറ്റും. എത്ര മണിക്കൂറാണ് ആ സദസ്സ് ഒന്ന് കാണാൻ, ഒരു കാര്യം ചർച്ച ചെയ്യാൻ ഇവരെ പോലെയുള്ള വലിയ മഹത്വങ്ങൾ വന്നിരിക്കുന്നത്. അതാണ് താജുൽ ഉലമ. എല്ലാ മൗലിദും കാണാപ്പാഠമാണ്, ബൈഹാട്ടാണ്. എല്ലാ ഹദീസിന്റെ കിതാബും ബൈഹാട്ടാണ്. ഇൽമുൽ ഹന്ദസയായാലും തർക്കശാസ്ത്രമായാലും തിയോളജി ആയാലും എല്ലാ ഫന്നുകളും താജുൽ ഉലമ അതിന്റെ ഗ്രന്ഥങ്ങൾ നോക്കാതെ പറഞ്ഞു കൊടുക്കുന്ന വലിയ പണ്ഡിതനാണ്. അവരൊക്കെ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് ചെയ്യലാണ് മുസ്ലിമീങ്ങളുടെ കടമ. അവിടുത്തെ നിന്ദിക്കൽ മുസ്ലിമിന്റെ പദ്ധതിയല്ല. അത്തരം നിന്ദിക്കുന്ന വഹാബി ലോകത്തിന്റെ പിന്നാലെ നമ്മൾ പോയി പോകരുത്. നമ്മുടെ മഹല്ലത്തുകളിലോ നമ്മുടെ കുടുംബങ്ങളിലോ ഒരു വഹാബി മുളച്ചു വരാതിരിക്കണം, പെറ്റ് പ്രസവിച്ചു വരാതിരിക്കണം. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് പറയൂ. വെറും മദ്ഹ് പറയലാണോ?
വന്നപ്പോൾ എത്ര ഉലമാക്കളെ ആദരിച്ചു, എത്ര ഉമറാക്കളെ ആദരിച്ചു. ഹസ്സാൻ റളിയല്ലാഹു അൻഹു നബിയെ പറ്റി മദ്ഹ് പറഞ്ഞുകൊണ്ട് പറഞ്ഞ വിശദമായ കാര്യങ്ങൾ ഞാൻ ഇവിടെ പറയുന്നില്ല. ഈ 5 വിരൽ നിങ്ങൾ നോക്കൂ. മഹാൻ പറയുന്നു, അസാബിയുനാ ഖംസുൻ അനിൽ ഖംസി മുഖ്ബിറു വദലിക ബിൽ ഹുസ്ബാനി വൽ അദ്ദി ഫൻദുറു. നമ്മുടെ 5 വിരലുകൾ നിങ്ങൾ നോക്കൂ. ഇത് എണ്ണം പിടിക്കാൻ പറ്റും, തസ്ബീഹ് ചൊല്ലാൻ പറ്റുമല്ലേ? എന്നാൽ ഈ ചെറിയ വിരൽ അബൂബക്കർ സിദ്ദീഖാണ്, ഫാറൂഖ് ബിൻ സറൂർ വിരൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവാണ്, ഉസ്മാൻ ഉസ്താ വസ്സബാബത്തു ഹൈദറു നടുവിരൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവാണ്, വസ്സബാബത്തു ഹൈദറു ചുണ്ടുവിരൽ അലിയാരി തങ്ങളാണ്. വഇബ്ഹാമുനാ ഖൈറുർ റസൂലി മുഹമ്മദു ഫസല്ല അലൈഹി വാഹിദുൽ മുതകബ്ബിർ. ഒരു മനുഷ്യൻ എന്ത് ചെയ്യണമെങ്കിലും ഈ 5 വിരലുകൾ വേണം. ഒറ്റ വിരൽ കൊണ്ടൊന്നും ചെയ്യാൻ സാധ്യമല്ല. ഉലമായിനെ പറയുമ്പോൾ ഉമറായിനെ പറയണം, ഉലമായിനെ സ്വീകരിക്കുമ്പോൾ ഉമറായിനെ സ്വീകരിക്കണം. എത്ര സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയ 80കൾ പിന്നിട്ട വലിയ വലിയ ഉമറാക്കളെ അല്ലാഹു നമുക്ക് തന്നില്ലേ? അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കുമാറാകട്ടെ. എത്ര സദസ്സുകളിൽ നമ്മുടെ അലങ്കാരമായി വരുന്ന സാദാത്യങ്ങളില്ലേ? അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. ഹസ്സാൻ റളിയല്ലാഹു അൻഹു തിരുനബിയെ സ്വാഗതം ചെയ്തപ്പോൾ കൈവിരലുകളോട് ഉപമിച്ചുകൊണ്ട് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ മഹത്തുക്കളെ സ്വാഗതം ചെയ്തു. അവരെ മദ്ഹ് പറഞ്ഞു, അവരെ കൈവിരലുകളോട് ഉപമിച്ചുവെങ്കിൽ ഈ ചരിത്രങ്ങളെല്ലാം, ഈ ഉപമകളെല്ലാം ലോകത്ത് പ്രസിദ്ധമാണ്. പ്രിയപ്പെട്ടവരെ, ഒരു ചെറിയ സംഭവം ബർക്കത്തിന് വേണ്ടി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി ഒരു ജൂതനായ മനുഷ്യൻ എല്ലാ ശനിയാഴ്ചയും അവൻ തൗറാത്ത് വായിച്ചു നോക്കുന്നു. തൗറാത്ത് വായിച്ചു നോക്കുമ്പോൾ അല്ലാമ അബുൽ ലൈത്ത് സമർഖന്ദി റളിയല്ലാഹു അൻഹു എഴുതി വെച്ചിരിക്കുന്നു, അവൻ ശനിയാഴ്ച ദിവസം തൗറാത്ത് പാരായണം ചെയ്യും. ശനിയാഴ്ച അവരുടെ ദിവസമാണ്. ഒന്ന് മറിച്ച് നോക്കിയപ്പോൾ ഒരു പേജിൽ 4 സ്ഥലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് ചെയ്തിരിക്കുന്നു. 4 സ്ഥലത്ത് അവൻ ദേഷ്യപ്പെട്ട് ആ തൗറാത്തിന്റെ ഏടുകൾ വലിച്ചു കീറി അവൻ കത്തിച്ചു. രണ്ടാമത്തെ ശനിയാഴ്ച അവൻ തൗറാത്ത് വായിച്ചു. 8 സ്ഥലങ്ങളിൽ ഉറക്ക സ്വലാത്ത് പറയൂ, മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരും മദ്ഹും കണ്ടു. 8 സ്ഥലത്ത് അവിടുത്തെ പറ്റി മദ്ഹ് പറഞ്ഞിരിക്കുന്ന തൗറാത്തിൽ അവൻ വലിച്ചു കീറി ആ തൗറാത്തിന്റെ പേജുകൾ കത്തിച്ചു കളഞ്ഞു. 3ാമത്തെ ശനിയാഴ്ചയും അവൻ തൗറാത്ത് പാരായണം ചെയ്തപ്പോൾ അതിൽ 12 സ്ഥലങ്ങളിൽ തിരുനബിയെ പറ്റിയുള്ള മദ്ഹ് എഴുതി വെച്ചിരിക്കുന്നു. അവൻ കലിപ്പ് അടങ്ങിയില്ല, അവനത് വലിച്ചു കീറി കത്തിച്ചു കളഞ്ഞിട്ട് അവൻ ചിന്തിച്ചു, ഇങ്ങനെയാണ് അവസ്ഥയെങ്കിൽ ഈ തൗറാത്ത് മുഴുവനും ഞാൻ കരിച്ചു കളയണ്ടേ? ഇനിയും അങ്ങനെയാണെങ്കിലോ? അവൻ ചിന്തിച്ചു, അവൻ പശ്ചാത്തപിച്ചു. കൂട്ടുകാരോട് പറഞ്ഞു, മുഹമ്മദുൻ, ആരാണ് ഈ മുഹമ്മദ്? എങ്ങനെയാണ് അദ്ദേഹത്തിലേക്ക് പോകാൻ കഴിയുക? സല്ലല്ലാഹു അലൈഹി വസല്ലം ആലോചിച്ചുകൊണ്ട് അവൻ ശാമിൽ നിന്ന് യാത്ര തിരിച്ചു. രാവും പകലും താണ്ടി, രാവും പകലും കുതിരപ്പുറത്ത് അവൻ സവാരി ചെയ്തുകൊണ്ട് മദീനയിലേക്ക് എത്തുകയാണ്. അവന്റെ കൂട്ടുകാർ പറഞ്ഞു, നീ പോകരുത്, മുഹമ്മദ് ഒരു കള്ളനാണ്, പോയാൽ നീ വലയിൽ കുടുങ്ങിപ്പോകും. മുഹമ്മദിൻ, ദയവ് ചെയ്ത് ഈ തൗറാത്തിന് തന്നെയാണ് സത്യം. നിങ്ങൾ മുഹമ്മദിനെ കാണുന്നതിനെ തൊട്ട് എന്നെ തടഞ്ഞു കളയല്ലേ, ഞാൻ അങ്ങോട്ട് പോവുകയാണെന്ന് പറഞ്ഞ് അവൻ യാത്ര തിരിച്ചു. രാപ്രയാണങ്ങൾ കഴിഞ്ഞതിന് ശേഷം മദീനത്തെത്തിയപ്പോൾ ആദ്യമായി കാണുന്ന ബഹുമാനപ്പെട്ട സൽമാനുൽ ഫാരിസി
റളിയല്ലാഹു അൻഹുവിനെ നല്ല സുന്ദരനായ ഒരു സഹാബിയാണ് സൽമാനുൽ ഫാരിസി തങ്ങൾ. സൽമാനുൽ ഫാരിസിയോട് പറഞ്ഞു, അന്ത മുഹമ്മദ്, നിങ്ങളാണോ മുഹമ്മദ് എന്ന് ചോദിച്ചു. അല്ലാഹുവിന്റെ തിരുദൂതർ മനസ്സിലാക്കണേ, വഫാത്തായിട്ട് 3 ദിവസമായി. സൽമാനുൽ ഫാരിസി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അനഅബുദുഹു, ഞാൻ മുത്തുനബിയുടെ ഒരു അടിമ മാത്രമാണ്. എവിടെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന് ജൂതൻ അന്വേഷിച്ചു. അല്ലാഹുവിന്റെ റസൂലിലേക്ക് കൊണ്ടുപോവുക എന്ന് പറഞ്ഞാൽ അവിടെ വഫാത്തായി പോയല്ലോ, അപ്പോൾ അത് കളവായി പോകും. അവിടെ വഫാത്തായി എന്ന് പറഞ്ഞാലോ ഇവൻ ചിലപ്പോ തിരിച്ചു പോയാലോ. അങ്ങനെ ആലോചിച്ചുകൊണ്ട് പറഞ്ഞു, നമുക്ക് അവിടുത്തെ സ്വഹാബിമാരുടെ അടുത്തേക്ക് പോകാം. ഈ ജൂതനെയും കൂട്ടി മദീനത്തെ പള്ളിയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ നൂറുകണക്കിന് ആയിരക്കണക്കിന് സ്വഹാബത്ത് കരഞ്ഞ് ദുഃഖം നടക്കി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ജൂതൻ ചെന്ന് അവന് മരണവാർത്ത അറിഞ്ഞുകൂടാ, വഫാത്തവൻ അറിഞ്ഞിട്ടില്ല. അസ്സലാമു അലൈക്കും യാ മുഹമ്മദ്. അപ്പോൾ സ്വഹാബത്ത് ഒന്നായി വാവിട്ട് കരയാൻ തുടങ്ങി. ഇനിയും ഓർമ്മപ്പെടുത്താൻ വന്നതാണോ? അന്ത ഗരീബുൻ, നിങ്ങൾ വിദേശത്ത് വരികയാണല്ലേ എന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന ഞങ്ങളുടെ നേതാവ് വഫാത്തായിട്ട് 3 ദിവസമായി, ഖബറടക്കം കഴിഞ്ഞു, നീ അറിയുന്നില്ലേ? അപ്പോൾ ഇവൻ തലയിൽ കൈവച്ചുകൊണ്ട് പറയുകയാണ്, എന്റെ ഉമ്മ എന്നെ പ്രസവിച്ചില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. ഞാൻ തൗറാത്ത് വായിച്ചില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. തൗറാത്ത് വായിച്ചപ്പോൾ മുഹമ്മദ് നബിയെ പറ്റി വായിച്ചില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. എന്റെ നഷ്ടമേ, എന്റെ നഷ്ടമേ. അവനിങ്ങനെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ അവൻ തന്നെ ചോദിക്കുകയാണ്, നിങ്ങളിൽ ആരാണ് അലി? നിങ്ങളിൽ ആരാണ് അലി? അലിയാരി തങ്ങൾ വന്നു, ഞാനാണ് അലി. സിഫ്ലി റസൂലുള്ളാഹി, എനിക്ക് ഈ മുഹമ്മദിനെ പറ്റി ഒന്ന് വിവരിച്ചു തരുമോ? നേരത്തെ നാം പാടിയ ഈരടികൾ ഉൾപ്പെടെ അവിടുത്തെ വിശേഷണങ്ങളും അവിടുത്തെ മൃഗമലങ്ങളും വിശാലമായ നെറ്റിത്തടവും സൗന്ദര്യത്തിന്റെ നിറുകടമായ കണ്ണുകളും അവിടുത്തെ സ്വഭാവ വൈഷ്ഠിന്യങ്ങളും അവിടുത്തെ കളറും എല്ലാം എല്ലാം അലിയാരി തങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോൾ ജൂതനായ മനുഷ്യൻ പറയുന്നു, ഇങ്ങനെ തന്നെയാണ് ഞാൻ തൗറാത്തിൽ മുഹമ്മദ് നബിയെ പറ്റി വായിച്ചിട്ടുള്ളത്. എന്നിട്ട് ആ ജൂതൻ പറയുന്നു, നബി സ്നേഹം ആർക്കാണ്? പ്രവാചക സ്നേഹം ആർക്കാണ്? പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിലേക്ക് വന്നിട്ടില്ലാത്ത ജൂതൻ ചോദിക്കുന്നു, എനിക്കൊന്ന് മുത്തിമണത്താൻ പറ്റുന്ന അവിടുത്തെ വസ്ത്രങ്ങളോ കോട്ടുകളോ വല്ലതും ഞങ്ങളുടെ കൂടെയുണ്ടോ? സൽമാനുൽ ഫാരിസിയോട് അലിയാരി തങ്ങൾ പറയുന്നു, സൽമാനെ, ഫാത്തിമ ഉമ്മയുടെ അടുത്ത് പോയിട്ട് അവിടുന്ന് ധരിച്ച ഉടുപ്പ് വാങ്ങിക്കൊണ്ടുവരൂ. സൽമാൻ റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീവിയുടെ വീട്ടിൽ പോയി മുട്ടിയപ്പോൾ അവിടുന്ന് ചോദിക്കുന്നു, ആരാണ് ഈ മക്കളുടെ വാതിൽ മുട്ടുന്നതാരാണ്? കരഞ്ഞുകൊണ്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ. പ്രിയപ്പെട്ടവരെ, കൂട്ടത്തിൽ ഒരു കൂടി ഞാൻ നിങ്ങളോട് പറയുകയാണ്, നബിദിനം വേണ്ടെന്ന് പറയുന്നവർക്ക് മറുപടി പറഞ്ഞതാരാ? ഫാത്തിമത്തുൽ സുഹ്റാ റളിയല്ലാഹു അൻഹാ. ഇദാ മാത ഖൗമുൻ ഖല്ല വല്ലാഹി ദിക്റുഹു وذكر أبي والله مضما ഒരു വലിയ വ്യക്തി മരണപ്പെട്ടു പോയാൽ, വഫാത്തായി പോയാൽ കാലങ്ങൾ കഴിയും തോറും അദ്ദേഹത്തെ പറ്റിയുള്ള സ്മരണകളും ഔദ്യോഗികങ്ങളും കുറഞ്ഞു കുറഞ്ഞു വരും. എന്നാൽ കേൾക്കണ്ടേ, എന്റെ വാപ്പയായ ഉറക്ക സലാത്ത് പറയൂ, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റിയുള്ള പ്രകീർത്തനങ്ങളും മൗലിദുകളും പുകഴ്ത്തലുകളും വാദുകളും അവിടുത്തെ വഫാത്ത് മുതൽ
മുതൽ വർദ്ധിച്ചു വരുന്നുവെന്ന് പഠിപ്പിച്ചത് ഫാത്തിമത്തു സഹ്റാ റളിയല്ലാഹു അൻഹാ. തങ്ങളുടെ കുപ്പായം എടുത്തു കൊടുത്തു. ആർക്കാണ് എന്റെ വാപ്പയുടെ കുപ്പായം ധരിക്കാനുള്ളതെന്ന് ചോദിച്ചപ്പോൾ ബീവി അവറുകളെ ഒരാൾ ഷാമിൽ നിന്ന് വന്ന് തിരുനബിയെ കാണാത്ത വിഷമത്തിൽ മദീനത്തുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉടുപ്പിന് 7 കഷ്ണങ്ങളാണ്. അല്ലാഹുവിന്റെ തിരുദൂതരുടെ കോട്ട്, ആ മുല്ലപ്പൂവിന്റെ കസ്തൂരിയുടെ പരിമളം മടിച്ചു വീശുന്ന ആ കോട്ട് കൊണ്ടുവന്ന് അലിയാരി തങ്ങളുടെ കയ്യിൽ കൊടുത്തപ്പോൾ അവിടെ വെച്ച് അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞ് ആ കോട്ട് മുത്തുന്നു, സ്വഹാബത്ത് മുത്തുന്നു. ജൂതനായ മനുഷ്യന് കൊടുക്കുന്നു. അയാൾ ആ കോട്ട് വാരിപ്പുറന്ന് മുത്തിക്കൊണ്ട് പറയുന്നു, എന്തൊരു പരിമളമാണ്, എന്തൊരു വാസനയാണ്. അയാൾക്കൊരു സമാധാനമായി അല്ലാഹുവിന്റെ തിരുദൂതരെ അടക്കിയ ഔലാ ശരീഫ ഖബറിന്റെ അടുത്ത് വന്നിട്ട് അയാൾ പറയുന്നു, അല്ലാഹുമ്മ അൻതൽ വാഹിദുൽ അഹദുസ് സമദുൽ ഫർദ്. പടച്ചവനെ നീ ഏകനാണ്, നീയാണ് എല്ലാ ആശ്രയമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലാഹുവേ വഅശ്ഹദു അന്ന സാഹിബ ഹാദൽ ഖബ്രി അബ്ദുക വറസൂലുക എന്ന് പറഞ്ഞ് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഖബറിന്റെ ഉടമസ്ഥനായ മുത്തുനബി അല്ലാഹുവേ നിന്റെ റസൂലാണെന്നും നിന്റെ ഹബീബാണെന്നും ഞാൻ വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഇസ്ലാമിലേക്ക് വരുന്നു എന്ന് ആ ജൂതനായ മനുഷ്യൻ പ്രഖ്യാപിച്ചിട്ട് പറയുന്നു, ഇൻ ഖബിൽത ഈമാനി, എന്റെ ഈ ഈമാൻ നീ എന്നിൽ നിന്ന് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഫതവഫനി അസ്സാഅ, ഇപ്പോൾ തന്നെ എനിക്ക് നീ മരണം നൽകണേ. ആ ജൂതമതത്തിൽ നിന്ന് വന്ന മനുഷ്യൻ അല്ലാഹുവിന്റെ ഹബീബിന്റെ ഖബർ പറഞ്ഞ് വിശ്വസിച്ചുകൊണ്ട് ഫഖറ മയ്യിത്താ, അവിടെ മയ്യിത്തായി വീണ് മരിച്ചു. അവിടുത്തെ ജനാസ കുളിപ്പിച്ചു, നിസ്കരിച്ചു, ബഖീൽ മയ്യിത്തടക്കി എന്ന് പ്രിയപ്പെട്ടവരെ ഇമാം അബൂലൈദ് സമർഖന്ദി റളിയല്ലാഹു അൻഹു എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കണേ. നബി സ്നേഹം ചെറിയ കാര്യമല്ല. നമ്മുടെ ഖൽബിന്റെ ഉള്ളിൽ ദിനേന സെക്കൻഡുകൾ അനുനിമിഷം കഴിയുമ്പോൾ അവിടത്തോടുള്ള മഹബ്ബത്ത് വർദ്ധിച്ചു വരണം. 100 സ്വലാത്ത് പറയാൻ നാം ഉറങ്ങാൻ പാടില്ല. അല്ലാഹുവിന്റെ തിരുദൂതരെ സ്വപ്നത്തിൽ കാണാവുന്ന രൂപത്തിൽ നല്ല വൃത്തിയുള്ള സ്ഥലത്ത് ഉറങ്ങണം, നല്ല രീതിയിൽ ഉറങ്ങണം, സ്വലാത്ത് ചൊല്ലി ഉറങ്ങണം. അല്ലാഹുവിന്റെ റസൂലിനെ കാണാനും അവിടുത്തെ പ്രൊട്ടക്ഷൻ കിട്ടാനുമുള്ള ഏറ്റവും വലിയൊരു ആയത്താണ് ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. സൂറത്തുൽ തൗബയുടെ അവസാനത്തെ ആയത്താണ് പ്രിയപ്പെട്ടവരെ. വയതവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് ഒരു നബിയെ അല്ലാഹു തആല അയച്ചു. അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങളുടെ വേദന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് അസഹ്യമാണ്. ഉമ്മത്തികൾ വേദനിക്കാൻ പാടില്ല, അതവിടത്തേക്ക് സഹിക്കുകയില്ല. ഹരീസുൻ അലൈക്കും, നിങ്ങളൊക്കെ നല്ല ഈമാനുള്ളവരാകണമെന്ന് നമ്മുടെ മാതാപിതാക്കളെക്കാൾ തിരുനബി ആഗ്രഹിക്കുന്നു. മുഅ്മിനീങ്ങളോട് അളവറ്റ സ്നേഹമാണ്, അങ്ങേയറ്റത്തെ കൃപയാണ് ഖുർആൻ പറയുന്ന ഈ ആയത്ത്. ഇന്ന് സുബഹിക്ക് ഓതിയാൽ അന്നത്തെ ദിവസം അവൻ മരിക്കുകയില്ല. അല്ലാഹു നമുക്കെല്ലാം ദീർഘായുസ് നൽകുമാറാകട്ടെ. ഇതിന്റെ അപ്പുറത്ത് മരിക്കാതിരുന്നാ പോരെ. ഈ ആയത്ത് ലഖദ് ജാഅക്കും, മരിക്കുന്നതോ മരിക്കണ്ടേ. അപ്പൊ ഈ ആയത്ത് ഓതുന്ന ദിവസം മരിക്കുകയില്ലെന്ന് പറയുമ്പോൾ, ശത്രുക്കൾ അവനെ കൈവശപ്പെടുത്തുകയില്ലെന്ന് പറയുമ്പോൾ, ഈ ആയത്തിന്റെ ബാഹ്യമായ ഖിറാഅത്ത് കൊണ്ട് തന്നെ അല്ലാഹു തആല ഉമ്മത്തികൾക്ക് നൽകുന്ന സംരക്ഷണം എത്രയാണ്, ഉമ്മത്തികൾക്ക് നൽകുന്ന കരുണ എത്രയാണ്. ഇതൊക്കെ
മനസ്സിലാക്കി നല്ലതുപോലെ ചെറിയ ആളുകളോട് കരുണ കാണിച്ച് കൊല ചെയ്യപ്പെടുന്ന ചെറിയ ചെറിയ ഗസയിലെ ഫലസ്തീനിലെ കുട്ടികൾ അവരോട് കരുണ കാണിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നാളെ നമുക്കും ഓട്ടുചോരിയുടെ കാലമാണ്, നമുക്കും എന്ത് വിപത്ത് വരുമെന്ന് അറിഞ്ഞുകൂടാ, മുഅ്മിനിന് എന്ത് വിപത്ത് വന്നാലും അവൻ നേരിട്ടുകൊണ്ട് ഈമാൻ നഷ്ടപ്പെടാത്ത മരണം വരിച്ച് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദീനിനെ ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന കലിമത്തുൽ തൗഹീദിനെ അവന്റെ ജീവിതാവസാനം വരെ നിലനിർത്തി ഈമാനോടുകൂടി മരിച്ച് അവിടുത്തെ ശഫാഅത്ത് കിട്ടി. വജ്ഹുകൽ വല്ലാഹു ഹുജ്ജതുനാ യൗമ യഅതിൻ നാസു ബിൽ ഹുജജി. ഏത് ആൾക്കൂട്ടത്തിലും അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖം കാണുമ്പോൾ മുഅ്മിനായ മനുഷ്യന് സന്തോഷമാണ്. ബുശ്റാ ലി ഉമ്മത്തിഹി ബിറുയതി വജ്ഹിഹി ഹദാ ഹുവൽ ജാഹുൽ അദീമുൽ അസിയദു. അതൊരു വലിയ ഭാഗ്യമാണെന്ന് മനസ്സിലാക്കി അവിടുത്തെ കൂടുതൽ പരിചയപ്പെടുത്തുന്ന, അവിടുത്തെ നമുക്ക് കൂടുതൽ പരിചയമുണ്ടാകുന്ന സ്വലാത്ത് വർദ്ധിപ്പിച്ച് ഉർകുബു മുഹമ്മദൻ ഫീ അഹ്ലി ബൈതിഹി. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, തിരുനബിയെ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് അവിടുത്തെ അഹ്ലി ബൈത്തിലാണ്. അവരുടെ ഖൽബിൽ സ്ഥാനം പിടിച്ച് അവരുടെ ആവശ്യങ്ങൾ കൂടെ നിന്ന് കൊടുത്ത് അവരെ അളവറ്റ് സ്നേഹിച്ച് ആ സ്നേഹം കൊണ്ട് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് എത്തിച്ചേരാൻ, അവിടുത്തെ സ്നേഹം പോകാൻ, അവിടുത്തെ കാണാൻ, സ്വപ്നത്തിലും യഖ്ദത്തിലും അവിടുത്തെ ദർശിക്കുവാനും അവിടുത്തെ ശഫാഅത്ത് കരഗതമാക്കുവാനും അർഹമുർ റഹീമീനായ മലിക്കുൽ മുലൂക്കായ അല്ലാഹ് ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ഈ മജ്ലിസ് ഖബൂലാക്കണേ അല്ലാഹ്. ഈ സമ്മേളനത്തിന് വേണ്ടി, ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി സഹായിച്ച സഹകരിച്ച തങ്ങൾ ഉസ്താദിന്റെ ബഹുമാനപ്പെട്ട ശറഫ് സാദാത്തിന്റെ കൂടെ നിന്ന എല്ലാ പ്രവർത്തകർക്കും, അവിടുത്തെ മരുമകൻ, അവിടുത്തെ മക്കള് എല്ലാവരും കൂടെയുണ്ട്. ഉസ്താദ്മാര് അവർക്കെല്ലാം നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. വളണ്ടിയേഴ്സായി നേരം വെളുത്തപ്പോൾ മുതൽ ഓടി നടക്കുന്ന പാതിരാത്രി ട്രെയിനിൽ പോയി ഉസ്താദ്മാരെ കൂട്ടിക്കൊണ്ടുവരുന്ന ചെറിയ ചെറിയ പ്രവർത്തകർ മുതൽ അവർക്കെല്ലാം നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. ശറഫ് സാദാത്തിന്റെ ഇവിടുത്തെ കോളേജ് ഇൻഷാ അല്ലാഹ് 20 കുട്ടികൾ അടുത്ത പ്രാവശ്യം ഇവിടുന്ന് സനദ് വാങ്ങി ഇറങ്ങുകയാണ്. ഷറഫി സനദ് വാങ്ങുകയാണ്. അതിന് നീ ആവശ്യത്തിലും അപ്പുറം നീ വളർച്ചകൾ പ്രദാനം ചെയ്യണേ അല്ലാഹ്. അർഹമുർ റഹീമീനായ റബ്ബേ, മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹു ഉറക്കെ ചൊല്ലി മരിക്കുന്നവരിൽ അടിയങ്ങളെല്ലാം ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളുടെ മരിച്ചുപോയ മാതാപിതാക്കൾ, ഉസ്താദുമാർ, താജുൽ ഉലമാ, നൂറുൽ ഉലമാ, അതുപോലെ തന്നെയുള്ള എല്ലാ ഉലമാഇന്റെയും ദറജകളെ നീ വർദ്ധിപ്പിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ സുൽത്താനുൽ ഉലമാ, ഞങ്ങളുടെ റഈസുൽ ഉലമാ, ഞങ്ങളുടെ മാണി ഉസ്താദ്, ഞങ്ങളുടെ ബദർ സാദാത്ത്, പേരുൽ ഉസ്താദ്, ഞങ്ങളുടെ എല്ലാ അലിവാഫത്തുകൾ, ഞങ്ങളുടെ ശറഫ് സാദാത്ത്, എല്ലാ അലിമീങ്ങൾക്കും എന്നെപ്പോയ ഹാജിയെ പോലെയുള്ള ഉമറാക്കൾക്കും എല്ലാം നിന്റെ പൊരുത്തത്തിലായി ദീർഘായുസ്സും ആഫിയത്തും നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ പ്രാർത്ഥന ഖബൂലാക്കണേ അല്ലാഹ്. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആലപ്പുഴ ജാമിഅ ഹാഷിമിയുടെ എല്ലാ മംഗളങ്ങളും നേർന്നുകൊണ്ട് ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.